ഇന്ന് നമ്മളുള്ളത് ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലാണ്. ഹായ് ഓൾ, വെൽക്കം ടു ഡോപ്പ എക്സ്ചേഞ്ച് where we discuss about the X factor about NEET. സോ ഡോപ്പ എക്സ്ചേഞ്ചിൽ ഇനി തൊട്ടിട്ട് നമ്മൾ നീറ്റ് ഗാലയുടെ എക്സ്ചേഞ്ച് ആയിട്ടായിരിക്കും വരിക. നിങ്ങൾക്കുള്ള നീറ്റിലുള്ള ടിപ്സ് ആയിട്ടായിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഇപ്പം ഫസ്റ്റ് ഇയറിൽ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരോട് നമുക്ക് എന്താണ് നീറ്റ് ഗാല പോലത്തെ ഒരു ഓൾ ഇന്ത്യ എക്സാം, മാർച്ച് 30 നടക്കാൻ പോകുന്ന ഒരു എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കാനാണ്. സോ ശ്രുതി, എന്താണ് ശ്രുതിക്ക് തോന്നുന്നത്? നീറ്റ് ഗാല പോലത്തെ ഒരു ഓൾ ഇന്ത്യ എക്സാമിനാണ് ഇപ്പോൾ ഡോപ്പം മുന്നിട്ട് നിൽക്കുന്നത്. സോ അങ്ങനത്തെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും ഈ ഒരു നീറ്റ് ഗാല പോലത്തെ ഒരു ഓൾ ഇന്ത്യ എക്സാം? ഈ ഒരു എക്സാം വഴി നമ്മൾ എത്ര വരെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നന്നായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ കോച്ചിങ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ജസ്റ്റ് +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതുവരെ പഠിച്ചു, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഇനി എങ്ങനെയൊക്കെ ഏതൊക്കെ പോർഷൻസാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിലൊരു ഐഡിയ കിട്ടും ഈ ഒരു എക്സാം വഴി. പിന്നെ ഓൾ ഇന്ത്യ ലെവലിലാകുമ്പോൾ എല്ലാ കുട്ടികൾക്കും കൂടിയിട്ട് നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണ്, നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇനിയും പഠിക്കണം, എത്ര കൂടുതൽ റിവൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രുതി പഠിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? ലൈക്ക് ഏതെങ്കിലും ഒരു ഓൾ ഇന്ത്യ എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് ഇങ്ങനെ കാണാത്ത ക്വസ്റ്റ്യൻസ് എപ്പോഴെങ്കിലും കണ്ടിടുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്ന മോഡൽ എക്സാമുകളിലൊക്കെ ഓരോ പ്രാവശ്യം അവർ പുതിയ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ പോർഷൻസിന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നല്ല രീതിയിൽ മനസ്സിലാവുമായിരുന്നു. ഓക്കെ. സോ നമ്മുടെ ഇപ്പം കുറേ കുട്ടികൾ ഈ വീഡിയോസ് കാണുകയും അവർക്ക് ഇപ്പം നീറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. നിങ്ങൾ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടായിരുന്നോ? ലൈക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് തോന്നിയിരുന്ന, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്ന ഒരു മെത്തേഡ് പ്രിപ്പറേഷൻ സമയത്ത്? ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ടൈമിൽ അധികം പഠിച്ച് അതിൽ കൂടുതൽ പഠിക്കാനല്ലാതെ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്യുക. കാരണം എല്ലാം കൂടെ പഠിച്ചിട്ട് അത് ഓർമ്മയിൽ വെക്കുക വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരുടെ പഠിത്തത്തിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ലെവൽ മനസ്സിലാക്കുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലുള്ള സാധനം എപ്പോഴും റിവൈസ് ചെയ്ത് ഒപ്പം കൊണ്ടെടുക്കുക. എന്നിട്ട് ഇതേപോലെ നല്ല എക്സാംസ് ഒക്കെ നല്ല എഴുതാം. ഈ ടോപ്പിക്സ് കൂടുതൽ കവർ ചെയ്യുന്നതിന് കൂടുതൽ എക്സാംസ് നല്ല എഴുതിയിട്ട് അതിൽ നിന്ന് പഠിക്കാൻ നോക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ. ഓക്കെ. ഈ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടുതലും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി ഉണ്ടായിട്ടിരിക്കാം എന്നുള്ളൊരു സാധ്യതകൾ ഞാൻ ആ മുഖത്തുനിന്ന് കാണുന്നു. സോ അതിനെ ലൈക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു കൂടുതലായിട്ട് ചെയ്യാറ്? ലാസ്റ്റ് നിമിഷം എത്തുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാം കൂടെ ഇതായിട്ട് വലിയ രീതിയിലൊരു പ്രശ്നമാകും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ തന്നെ ആയാലും നല്ലൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് ലാസ്റ്റ് നിമിഷം നല്ലപോലെ കൂടും. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വീട് മിസ് ചെയ്യുന്ന പരിപാടി, അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്വന്തമായിട്ട് മാത്രം ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വയ്ക്കാൻ നോക്കുക. അതായത് ഇപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ മോഡൽ എക്സാംസിൻ്റെ ഒരു മേളമായിരിക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന് ഒരു ഇത്ര മാർക്കാണെങ്കിൽ നെക്സ്റ്റ് മോഡൽ എക്സാമിന് അതിൽ നിന്ന് ഒരു 1 or 2 മാർക്സ് കൂടിയാൽ ഹാപ്പി ആവുക. അല്ലാണ്ട് ഇപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി ഇത്ര വാങ്ങി അപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് പറയുമ്പോൾ അപ്പോൾ ടെൻഷൻ കൂടത്തേ ഉള്ളൂ. അപ്പുറത്തെ ഇപ്പുറത്തവരുടെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക, അത് തന്നെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ലാസ്റ്റ് നിമിഷം പറഞ്ഞ കണക്ക് തന്നെ റിവൈസ് ചെയ്യുക. പുതിയ ഓരോ ടോപ്പിക്സ് നോക്കുമ്പോൾ ഇത് പഠിച്ചിട്ടില്ല അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ വന്നതിനെക്കാട്ടും നല്ലത് ഉള്ളത് മര്യാദയ്ക്ക് പഠിച്ചു പോവുക. അപ്പം നമ്മുടെ പ്രീവിയസ് റിസൾട്ടിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക അത് തന്നെ. സോ നീറ്റ് ഗാലയുടെ നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോ മാർച്ച് 30 നടക്കുന്ന നീറ്റ് ഗാലയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിലോ ഫ്രണ്ട്സിനോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഇസ് നവമി, ശ്രുതി ആൻഡ് സോന സൈനിങ് ഓഫ് ഫ്രം ദി ഡോപ്പ നീറ്റ് എക്സ്ചേഞ്ച്. സോ നമുക്കൊരു വിഷസ് പറഞ്ഞിട്ട് വെക്കാം. സോ നീറ്റ് May 5 നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും All the best.